ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിത് ഉണ്ടാക്കാനായിട്ട് 120 സെൻറ്റിമീറ്റർ നീളമുള്ള ടൊയിൻ നൂലാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, 120 സെൻറ്റിമീറ്റർ നീളമുള്ള ടൊയിൻ നൂലെടുത്ത് അത് 60 സെൻറ്റിമീറ്റർ വെച്ച് രണ്ടായിട്ട് മടക്കുക. അങ്ങനെയുള്ള 3 നൂലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ 3 നൂലും ഒരുപോലെ ചേർത്ത് വയ്ക്കുക. അതിൻ്റെ എഡ്ജിൽ ഇതുപോലെ കാണുന്ന ഭാഗത്ത് 3 കൂടി ചേർത്തിട്ട് സാധാരണ നമ്മൾ ഇടുന്ന പോലെ ഒരു കെട്ടിടുക. ഇത് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കെട്ടിടുന്നത്. ഓക്കെ, ഇതുപോലെ ഇങ്ങനൊരു കെട്ടിടുക. ഇനി ഞാനിത് നിങ്ങളെ കാണിക്കാനായിട്ട് ടേബിളിൽ ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് ടൈറ്റ് ചെയ്യുകയാണ്. കാരണം ഇനി താഴേക്ക് നമ്മളൊരു 2-3 നോട്ട് ഇടുന്നുണ്ട്, ഇതുപോലുള്ള കെട്ടിടുന്നുണ്ട്. നിങ്ങൾക്കിത് എവിടെയെങ്കിലും കണക്ട് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് 3 സെക്ഷനായിട്ട് തിരിക്കുക. നമുക്കിപ്പോൾ അറിയാമല്ലോ ഇതിൻ്റെ പെയർ ഏതാണെന്ന്. അങ്ങനെ 3 പെയറായിട്ട് തിരിക്കുക. എന്നിട്ട് ഒരു കൈ അകലത്തിൽ ആദ്യത്തെ നോട്ടിടുക. ഈ നോട്ടിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എടുക്കുന്ന പൂച്ചട്ടിയുടെ വലിപ്പത്തിന് വേണം ഈ കെട്ടിടാൻ. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ പൂച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഈ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നിങ്ങൾ ഇതിനുള്ളിൽ ഹാങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെടിച്ചട്ടിക്ക് വലിപ്പം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ലെങ്ത് മാറ്റിക്കൊടുക്കുക. ഇത് കണ്ടോ, 3 ഒരേ നീളത്തിന് 3ലും ആദ്യത്തെ നോട്ട് ഇട്ടു. ഇനി ആദ്യത്തെ പെയറിൽ നിന്ന് ഒരെണ്ണവും രണ്ടാമത്തെ പെയറിൽ നിന്നുള്ള ഒരെണ്ണവും എടുത്തിട്ടാണ് അടുത്ത നോട്ട് ഇടുന്നത്. അപ്പോഴും നമ്മൾ സെയിം ലെങ്ത് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ ഒരു കെട്ടിടുക. ഇനി ആദ്യത്തതും അവസാനത്തതും ചേർത്ത് സെയിം ലെങ്തിന് കെട്ടിടുക. ഇങ്ങനെ കെട്ടിടുമ്പോഴാണ് അത് ശരിക്കും സർക്കിൾ ഫോമിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയുടെ 3 ഭാഗത്തായിട്ട് കൃത്യമായിട്ട് നിൽക്കും. ഇനി നടുക്ക് നിന്ന് അതിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ആദ്യത്തതിലെ 2 ഒരെണ്ണവുമായി ചേർത്തിട്ട് ഇതേപോലെ തന്നെ സെയിം ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു നോട്ട് ഇടുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം നമ്മുടെ നടുക്കിരിക്കുന്നതിൽ നിന്ന് ഒരു നൂലും ആദ്യത്തെ സെക്ഷനിലെ ഒരു നൂലും ചേർത്തിട്ടാണ് നമ്മൾ കെട്ടിടുന്നത്. അപ്പോഴും സെയിം ലെങ്ത് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ സെയിം ലെങ്ത് ഞാനൊരു ഒരേ അളവിന് വരാൻ വേണ്ടി മെയിൻറ്റെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾ ഉപയോഗിക്കുന്ന പൂച്ചട്ടിക്ക് അനുസരിച്ച് ഏത് ലെങ്ത് വേണമെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാം. ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് എഡ്ജിൽ ഒരു കെട്ടിടുക. നമ്മുടെ പൂച്ചട്ടി തൂക്കാനുള്ള ഹാങ്ങിങ് റെഡിയായി കഴിഞ്ഞു. ഇനി നോക്കിക്കേ, ഇതുവഴിയാണ് ഇതിനുള്ളിലേക്ക് വെക്കുന്നത്. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ നമ്മുടെ കുഞ്ഞു പൂച്ചട്ടികൾ തൂക്കാനുള്ള ഹാങ്ങിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, മറ്റ് കമൻറ്റുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.